നമസ്കാരം. ഇന്ത്യയും റഷ്യയും തങ്ങളുടെ 23ാമത് വാർഷിക ഉച്ചകോടിയിൽ പങ്കുചേരുമ്പോൾ രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു സാധാരണ നയതന്ത്ര ചർച്ചയൊന്നും അല്ല, മറിച്ച് അടുത്ത ദശകത്തിലേക്കുള്ള ആഗോള തന്ത്രങ്ങളുടെ പുനർരൂപകൽപ്പനയാണ്. ഒരു വശത്ത് ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറുവശത്ത് റഷ്യൻ ഫെഡറേഷന്റെ ശക്തനായ നേതാവ് വ്ലാഡിമിർ പുടിൻ. പ്രതിരോധം, സാമ്പത്തിക സഹകരണം, തൊഴിൽ രംഗം, ആണവോർജം ഈ വിഷയങ്ങളിൽ ഇവർ ചർച്ച ചെയ്യുകയും ഒപ്പിടുകയും ഒക്കെ ചെയ്യാൻ പോകുന്ന കരാറുകൾ ലോകശക്തികളെ പോലും അമ്പരപ്പിക്കാൻ പോകുന്നവയാണ്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്കിടയിലും ഈ രണ്ട് മഹാരാഷ്ട്രങ്ങൾ കൈകോർക്കുമ്പോൾ ഉണ്ടാകുന്ന മെഗാ ഡീലുകൾ എന്തൊക്കെയാണ്? നമുക്ക് സൈനിക ശക്തിയെ ബഹിരാകാശത്തേക്ക് വരെ ഉയർത്തുന്ന ആ രഹസ്യ ആയുധങ്ങൾ ഏതൊക്കെ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ലക്ഷക്കണക്കിന് യുവജനങ്ങൾക്ക് റഷ്യൻ മണ്ണിൽ തുറന്നു കിട്ടുന്ന സുവർണ അവസരങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നെല്ലാം നമുക്കൊന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തന്ത്രപരവുമായ മേഖലയാണ് പ്രതിരോധ സഹകരണം. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സൈനിക ഹാർഡ്വെയറിന്റെ ഏറ്റവും വലിയ ഉറവിടം റഷ്യയാണ്. എന്നാൽ ഈ ഉച്ചകോടിയിൽ ചർച്ചാ വിഷയമാകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്ന അതിനൂതന സാങ്കേതിക വിദ്യകളാണ്. ആദ്യം നമ്മൾ സംസാരിക്കുന്നത് S-500 പ്രോമിത്യൂസ്, അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന S-400 സിസ്റ്റത്തിന്റെ കാര്യത്തിൽ സംതൃപ്തരാണെങ്കിലും ഇനി വേണ്ടത് S-500 ആണ്. വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് S-400ന്റെ വെറും നവീകരണമായിട്ടല്ല, മറിച്ച് ബഹിരാകാശ പാളിയിലേക്ക് പോലും പ്രതിരോധ ശേഷി വ്യാപിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ ദേശീയ കവചം എന്നാണ്. S-500ന്റെ ശേഷി ഒന്ന് ശ്രദ്ധിക്കാം. ഏകദേശം 500 മുതൽ 600 കിലോമീറ്റർ ഇൻസെപ്ഷൻ ശ്രേണി, 180 മുതൽ 200 കിലോമീറ്റർ പ്രഹര ഉയരം. ഇത് പരമ്പരാഗത യുദ്ധക്കള സംവിധാനങ്ങൾക്കെല്ലാം അപ്പുറം ഇന്ത്യയുടെ വ്യോമ മേഖലയ്ക്ക് ഒരു അജയ്യമായ സുരക്ഷാ വലയം തീർക്കും. പാശ്ചാത്യ ശക്തികളെ പോലും അസൂയപ്പെടുത്തുന്ന ഈ ആയുധം സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ മുൻഗണന എത്രത്തോളം വലുതാണെന്നാണ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു പുതിയ യുഗം തുറന്നു കൊടുക്കാൻ പോകുന്ന മറ്റൊരു മെഗാ ഡീൽ കൂടിയുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനമായ Su-57 ഫൈറ്റർ ജെറ്റ്. അടുത്തിടെ MiG-21 പോലെയുള്ള പഴക്കം ചെന്ന വിമാനങ്ങൾ വിരമിച്ച സാഹചര്യത്തിൽ ഈ വിടവ് നികത്താൻ ഏറ്റവും മികച്ച പരിഹാരമാണിത്. ഇവിടെ റഷ്യ മുന്നോട്ട് വെച്ച വാഗ്ദാനം ലോകത്തെ ഞെട്ടിച്ചു. അതായത് അനിയന്ത്രിത സാങ്കേതിക കൈമാറ്റം. റഷ്യൻ കമ്പനി ആദ്യം ജെറ്റുകൾ വിതരണം ചെയ്യും, തുടർന്ന് അതിന്റെ ഉൽപാദനം ഇന്ത്യയിലേക്ക് മാറ്റും. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ലഭിക്കുന്ന വലിയ ഉത്തേജനമാണ്. സാങ്കേതിക കൈമാറ്റത്തിലൂടെ സ്വന്തമായിട്ട് അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഈ പ്രതിരോധ സഹകരണം ചൈന ഉൾപ്പെടെയുള്ള മേഖലയിലെ എല്ലാ ശക്തികൾക്കും ശക്തമായ ഒരു മുന്നറിയിപ്പാണ് മുന്നോട്ട് വെക്കുന്നത്. പ്രതിരോധ കരാറുകൾ ഒരുവശത്ത് നിൽക്കട്ടെ, എന്നാൽ ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ഒരു തന്ത്രപരമായ ആവശ്യമാണ്. ഈ ഉച്ചകോടിയിൽ 2030ഓടെ സമ്പദ് വ്യവസ്ഥയിലെ തന്ത്രപരമായ സഹകരണ മേഖലകളുടെ വികസനത്തിനായുള്ള ഒരു സമഗ്ര പദ്ധതി ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു ഹ്രസ്വകാല ഉടമ്പടിയായിട്ട് കാണരുത്, മറിച്ച് അടുത്ത ഒരു ദശകത്തിലേക്കുള്ള സാമ്പത്തിക സഹകരണത്തിന്റെ ബ്ലൂ പ്രിന്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്തിന് ഒരു പ്രധാന ആശങ്കയുണ്ട് കേട്ടോ. അതായത് വർദ്ധിച്ചു വരുന്ന വ്യാപാര കമ്മി. റഷ്യയിൽ നിന്ന് ഇന്ത്യയുടെ വാർഷിക ഇറക്കുമതി ഏകദേശം $65 ബില്യൺ ആണല്ലോ. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള റഷ്യയുടെ ഇറക്കുമതി ആകട്ടെ ഏകദേശം $5 ബില്യൺ മാത്രമാണ്. ഈ ഭീമമായ അന്തരം കുറയ്ക്കാനായി ഇരു നേതാക്കളും കരാറുകൾ ഒപ്പിടും. പുതിയ ട്രേഡ് ബാസ്ക്കറ്റ് കരാറിലൂടെ ഔഷധ നിർമ്മാണം, കൃഷി, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഉപഭോക്തൃ വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ റഷ്യയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിലൂടെ റഷ്യൻ വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വാതിലാണ് തുറന്നിടുക. ക്രൂഡ് ഓയിൽ ഇടപാടുകളിലെ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കം ശ്രദ്ധേയമാണ്. ഉക്രൈൻ സംഘർഷത്തിനിടയിലും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയ ഇന്ത്യ US ഉപരോധമല്ലാത്ത റഷ്യൻ കമ്പനികളുമായി ദീർഘകാല ക്രൂഡ് കരാറുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്നാണ് തെളിയിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയ്ക്ക് നിർണായകമായ വളം മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. പ്രതിവർഷം 3 മുതൽ 4 ദശലക്ഷം ടൺ വരെ വളങ്ങളാണ് റഷ്യ ഇന്ത്യക്ക് നൽകുന്നത്. ഈ സഹകരണം നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു വലിയ ആശ്വാസമായിരിക്കും. ഈ ഉച്ചകോടിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവജനങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കുന്നതുമായ ഒരു കരാറാണ് തൊഴിൽ മൊബിലിറ്റി ഉടമ്പടി. റഷ്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ഒരു വൻ വ്യവസായ പ്രവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ യോഗ്യതയുള്ളതും വൈദഗ്ധ്യമുള്ളതുമായിട്ടുള്ള തൊഴിലാളികളുടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ചലനാത്മകവും വൈദഗ്ധ്യമുള്ളതുമായ ഇന്ത്യൻ തൊഴിൽ ശക്തിയെ ഈ വിടവ് നികത്താനായി റഷ്യ സ്വാഗതം ചെയ്യുകയാണ്.
ഈ ഉടമ്പടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് കേവലം റിക്രൂട്ട്മെന്റ് എളുപ്പമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിയമപരമായ കുടിയേറ്റത്തിന് ഒരു ചട്ടക്കൂട് സ്ഥാപിക്കാനും റഷ്യയിലെത്തുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടാനും ഈ കരാർ വഴി സഹായിക്കും. നിലവിൽ റഷ്യയിലുള്ള ഇന്ത്യൻ തൊഴിലാളികൾക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ നിർമ്മാണം, തുണിത്തരങ്ങൾ, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ പ്രധാന വ്യവസായങ്ങളിലെ ആയിരക്കണക്കിന് പുതിയ പ്രൊഫഷണലുകൾക്ക് വഴി തുറക്കപ്പെടുകയും ചെയ്യും. റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തി ലഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുരക്ഷിതവും മാന്യവുമായ അന്താരാഷ്ട്ര തൊഴിൽ അവസരങ്ങളാണ് ലഭിക്കുന്നത്. ഇതൊരു യഥാർത്ഥ വിൻ-വിൻ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ഉച്ചകോടിയിലെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. തന്ത്രപരമായി 2 സുപ്രധാന മേഖലകൾ കൂടി ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒന്ന് സിവിൽ ആണവ സഹകരണമാണ്. അതായത് റഷ്യൻ മന്ത്രിസഭയുടെ അംഗീകാരത്തോടെ സിവിൽ ആണവോർജ്ജത്തിൽ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ, അഥവാ അതിനെ MOU എന്നാണ് പറയുക കേട്ടോ, അതായത് ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട്. റൊസാറ്റം CEO അലക്സി ലിഗാച്ചേവ് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതിലൂടെ സഹകരണം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കും. ഇത് നമ്മുടെ ഇന്ത്യയോട് വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് ഒരു സുപ്രധാനമായിട്ടുള്ള നീക്കമാണ്. ഇനി 2, ലോകത്തെ ഞെട്ടിക്കുന്ന റുപ്പേ മിർ സഹകരണം കേട്ടിട്ടുണ്ടാകും. അതായത് ഇതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഫിനാൻഷ്യൽ ബോംബ്. ഇന്ത്യയുടെ തദ്ദേശീയ പേയ്മെന്റ് സംവിധാനമായ റൂപേയും റഷ്യയുടെ മിർ പേയ്മെന്റ് സംവിധാനവും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉടമ്പടി ഇതിലൂടെയുണ്ട്. അതായത് റഷ്യയിലെ ഇന്ത്യൻ അംബാസഡർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിർ കാർഡുകൾ ഇന്ത്യയിലും റുപ്പേ കാർഡുകൾ റഷ്യയിലും പരസ്പരം സ്വീകരിക്കുന്നതിന് വ്യാപാരം കൂടുതൽ സുഗമമാകും. പക്ഷേ ഈ നീക്കം എന്തിനാണ് ഇത്രയും തന്ത്രപ്രധാനം എന്നറിയാമോ? 2014 റഷ്യക്കെതിരെ ഉപരോധം വന്നപ്പോൾ വിസയ്ക്കും മാസ്റ്റർ കാർഡിനും പകരമായിട്ടാണ് മിർ സംവിധാനം വിഭാവനം ചെയ്തത്. ഇപ്പൊ റഷ്യയുമായി മിർ വഴി ബന്ധപ്പെടുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്ക മുമ്പ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ കരാറിൽ ഒപ്പുവെക്കുക വഴി അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്കും ഉപരോധ ഭീഷണികൾക്കും വഴങ്ങാതെ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു എന്ന വ്യക്തമായ സന്ദേശം ഒന്നുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കാതെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താനുള്ള ഇരു രാജ്യങ്ങളുടെയും വൻ നീക്കമാണിത്. സുഹൃത്തുക്കളെ, ന്യൂഡൽഹിയിൽ നടന്ന ഈ മെഗാ ഉച്ചകോടി ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തവും ആഴത്തിലുള്ളതുമാക്കി മാറ്റുകയാണ്. പ്രതിരോധത്തിൽ S-500 Su-57 വഴി ഇന്ത്യ ഒരു ആഗോള പ്രതിരോധ ശക്തിയായി വീണ്ടും മാറുന്നു. സാമ്പത്തികത്തിൽ 2030 റോഡ് മാപ്പും ട്രേഡ് ബാസ്ക്കറ്റും വഴി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് റഷ്യൻ വിപണി തുറക്കുകയാണ്. തൊഴിൽ രംഗത്താകട്ടെ ലേബർ മൊബിലിറ്റി ഉടമ്പടി ഇന്ത്യൻ യുവജനങ്ങൾക്ക് വലിയ വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാകട്ടെ റുപ്പേ മിർ ഡീൽ വഴി ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം ഉറപ്പുവരുത്തുന്നു. മോദിയുടെയും പുടിന്റെയും ഈ വൻ നീക്കങ്ങൾ 21ാം നൂറ്റാണ്ടിലെ ലോകക്രമത്തിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും സ്ഥാനം എത്രത്തോളം നിർണായകമാണെന്ന് അടിവരയിട്ട് കാണിക്കുകയാണ്. നിങ്ങൾ ഈ കരാറുകളെ അപ്പൊ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? റുപ്പേ മിർ ഡീൽ മറ്റു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.